എടി കൊച്ചേ, നീ ഏതാ? ഇവിടെ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ. നിന്റെ വീട് ഇവിടാ? കുറച്ച് കിഴക്കാ. കിഴക്കെന്ന് വെച്ചാ എവിടാ? അത് തൃശ്ശൂരാ. അപ്പുറത്തെ തലതെറിച്ച് ചേർക്കേണ്ട കൂടെയാണോ നിന്റെ കൂട്ട്? ഈ കൂട്ട് അത്ര നല്ലതിനല്ല കേട്ടാ. ഹലോ, നീ അവിടെ തന്നെ ഉണ്ടോ? നീ എങ്ങും പോകല്ലേ, അവിടെ തന്നെ നിൽക്ക്. എടാ പെട്ടെന്ന് വാ. ഒരു ആന്റി എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു തരത്തിലാണ് രക്ഷപ്പെട്ടത്. നീ എവിടാ നിൽക്കുന്നേ? ഓ, ഇവിടെ തനിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. നീ ആ വളവ് തിരിയുന്നെടുത്ത് നിൽക്ക്. ഞാനെവിടെ ഉണ്ടാവും. ഇനി ആരുടെ വായിച്ചെന്ന് ചാടല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഏതോ സ്വപ്ന ലോകത്താണ് ജീവിക്കണത്. ജനിപ്പിച്ച തന്തയും തള്ളി ഇതൊക്കെ വല്ലതും അറിയണുണ്ടോ ആവോ? അതും ഈ തലതെറിച്ച ചെറുക്കൻ്റെ കൂടെ. ഓ, എനിക്കെന്നാ കാര്യം, എന്നെങ്കിലും കാണിക്കട്ടെ. ഓടാ ഒന്ന്. എപ്പോഴും ഫോണിലാണല്ലേ? റാണിയില്ലേ? അമ്മ അകത്തുണ്ട്. അല്ല, ഇതാരാ? രേണു ചേച്ചിയോ? ഇതെന്താ ഈ വഴിക്കൊക്കെ? വാ. ഓ, എൻ്റെ റാണി, എന്തൊരു വെയിലാണ്, മനുഷ്യൻ കരിഞ്ഞു പോയി. വാ, ഇരിക്കി. എത്ര നാളായില്ലേ കണ്ടിട്ട്? എന്താ വിശേഷിച്ച്? ആ, ഉണ്ട്, പറയാം. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും മേലടി, എങ്ങോട്ടും പോണില്ല. കാലൊക്കെ ഭയങ്കര വേദനയാ. എപ്പോഴും ആശുപത്രി നടക്കലാ ജോലി. പിന്നെ ഇപ്പൊ വന്നതേ നമ്മുടെ വീട്ടിൽ വെച്ച് നേർച്ച നടത്തണുണ്ട്. അതിന് നിന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വരണം. അല്ല, മോള് പോവാണോ? റാണി, ഇത് ആ ജിയ മോള്, മൂത്താള്. ആ, ഇത് നമ്മള് ജിയ മോളായിരുന്നോ? ഇവള് 2ലോ 3ലോ പഠിക്കുമ്പോ ഞാനിവളെ കണ്ടതാ. ഇപ്പൊ ഇവള് വലുതായല്ലോ. ഒന്ന് നിന്നേ, അമ്മായി ഒന്ന് കാണട്ടെ. മോക്കിപ്പം നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ആയെന്നാണ് അമ്മായിക്ക് തോന്നുന്നത്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ശരിയാണോ മോളെ? എൻ്റെ റാണിയുടെ മോളാണ് നീയെന്ന് എനിക്കറിയില്ലായിരുന്നു. രേണുജി, വേണ്ട റാണി, തടയണ്ട. എനിക്ക് നിന്നെ മനസ്സിലായില്ലെന്ന് കരുതിയല്ലേ? നിന്നെ ഇവര് നല്ല രീതിയിൽ തന്നെയല്ലേ വളർത്തിയത്? എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? അതിലെന്തെങ്കിലും കുറ്റം നിനക്ക് പറയാനുണ്ടോ? കാണില്ല അല്ലേ? നീ ഇങ്ങോട്ട് നോക്ക്. എന്നിട്ടാണോ നീ പാവങ്ങളെ കബളിപ്പിച്ച് കണ്ട പെണ്ണ് പിടിക്കുന്നവൻ്റെയും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവൻ്റെയൊക്കെ പുറകെ കറങ്ങി നടക്കുന്നു? എത്ര ദിവസം നീ അവൻ്റെ കൂടെ ആ വീട്ടിൽ വന്ന്? ഞാനെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരുന്നത്. നീ ഞങ്ങളുടെ കൊച്ചാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. വേണ്ട മോളെ, എൻ്റെ റാണിയുടെ മോള് അങ്ങനെ ചീത്തയാവണ്ട. എനിക്കത് സഹിക്കൂല. നിന്നെയൊക്കെ കുഞ്ഞുനാളിൽ കുറേ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ ഞാനും. ആ, നന്നാവാനുള്ളതാണെങ്കിൽ ഇതോടെ നന്നായിക്കോളൂ. റാണി, നീ നിന്റെ മോളെ കുറച്ചുകൂടി നിയന്ത്രിക്കാനുണ്ട്. അവളെ നന്നായി ശ്രദ്ധിക്കണം. തൊട്ടാ പൊട്ടണ പ്രായമാണേ. നോക്കിയും കണ്ടൊക്കെ ജീവിക്കാൻ മോളോട് പറ. റാണി, ഞാൻ ഇറങ്ങുക. എല്ലാവരും നേർച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നേക്കണേ.